കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ആ വിഷയത്തിൽ അതിൻ്റെ ഞെട്ടലുളവാക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലുള്ളത്. ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികൾ, കട്ടളയുടെ മുകൾ പടി ചെമ്പുപാളിയിലും കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളിയിലും ശ്രീകോവിലെ ധാരപാലക ശില്പപാളിയിലും സ്വർണം കവർന്നു. 7 പാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം തട്ടിയെടുത്തത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് ഇത് വേർതിരിച്ചെടുത്തത്. 109 ഗ്രാം സ്വർണം പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും 474 ഗ്രാം സ്വർണം വ്യാപാരിയായ ഗോവർദ്ധനിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. ഇനിയും സ്വർണം ഇവരിൽ നിന്ന് കണ്ടെത്താനുണ്ട് എന്നും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുമുണ്ട്. 2025 പാളികൾ കൊണ്ടുപോയപ്പോൾ സ്പെഷ്യൽ ഓഫീസറെ അറിയിക്കാതിരുന്ന വീഴ്ചയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് PS പ്രശാന്ത് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഈ ചോദ്യം ചെയ്യലിലൂടെ SIT സംഘം പരിശോധിക്കുന്നത്. വിശദമായി തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് അറിയാം. നടന്നത് വൻ കൊള്ള എന്ന് തന്നെയാണ് SIT പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെയും സ്വർണം കൊള്ളയടിച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യാളി രൂപങ്ങളിലെയും സ്വർണം നഷ്ടമായി. 7 പാളികളിൽ നിന്ന് സ്വർണം കവർന്നു എന്നാണ് പറയുന്നത്. അതായത് 7 പാളികളിൽ നിന്നും സ്വർണം കവർന്നതായും SITയുടെ കണ്ടെത്തലുണ്ട്. സ്വർണം പതിച്ച 2 ചെമ്പ് പാളികളിലും കട്ടളയുടെ മുകൾ പടി സ്വർണം പതിച്ച ചെമ്പ് പാളിയിലും കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളിയിലും പതിച്ചിരിക്കുന്ന സ്വർണവും ശബരിമല ശ്രീകോവിലെ ധാരപാലക ശില്പപാളികളിലെ പില്ലർ പ്ലേറ്റുകളിൽ പതിച്ചിരിക്കുന്ന സ്വർണവും ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. SITയുടെ ഈ വിവരം ഉള്ളത് SITയുടെ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ വിവരമുള്ളത്. കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങൾ പ്രധാനമായും പറയുന്നത് തട്ടിയെടുത്ത സ്വർണം വേർതിരിച്ചിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത്. സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ട് എന്നും SIT പറയുന്നുണ്ട്. മാത്രമല്ല ഈ സ്വർണം കണ്ടെത്തണമെന്നും പ്രത്യേക അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഗൂഢാലോചനയും സ്വർണം വേർതിരിക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പ്രേക്ഷകരെ ഒരു ഡേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. 18/5/2019. 18/5/2019 എന്തു സംഭവിച്ചു? 18/5/2019 42.100 കിലോ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ അനധികൃതമായി ഇളക്കിയെടുത്തു. ഇതിൽ കേസിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുകയും രാസപ്രക്രിയയിലൂടെ സ്വർണം വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിൽ 409 ഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ളവ കട്ടയാക്കി മാറ്റുകയും 1-ാം പ്രതിയും 2-ാം പ്രതിയും ഇതിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് 2019 ജൂലൈ 19 ഞാൻ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. 2019 ജൂലൈ 19 ശ്രീകോവിലിന്റെ ധാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളിലും ജൂലൈ 20 പില്ലർ പ്ലേറ്റുകളിലെ സ്വർണ്ണപ്പാളികളും ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ദശാവതാരങ്ങൾ, രാശിചിഹ്നങ്ങൾ, പ്രഭാമണ്ഡലം എന്നിവ ആലേഖനം ചെയ്ത സ്വർണം പൂശിയ 7 ചെമ്പുപാളികളിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരിയും 10-ാം പ്രതി ഗോവർദ്ധനും ചേർന്ന് സ്വർണം വേർതിരിച്ചെടുത്തതായും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നോക്കൂ, തിരിച്ചേൽപ്പിച്ച സ്വർണത്തിലും കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9-ാം പ്രതിയും ചേർന്നെടുത്ത തീരുമാനപ്രകാരം പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും കലേഷ് എന്നയാൾ മുഖാന്തരം ലഭിച്ച സ്വർണത്തിന് പകരമെന്നാണ് പറഞ്ഞ് 474.96 ഗ്രാം സ്വർണം ഒക്ടോബർ 24 10-ാം പ്രതി ഗോവർദ്ധനും ഹാജരാക്കി.
ഇതും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതികൾ തിരികെ നൽകിയ സ്വർണത്തെക്കാൾ വലിയ അളവ് സ്വർണം യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലെ പാളികളിൽ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. ദേവസ്വം മുതലുകൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളുമായി ഗൂഢാലോചന നടത്തിയതായും SIT സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 3-ാം പ്രതിയായ ദേവസ്വം കമ്മീഷണർ N. വാസു, 4-ാം പ്രതിയായ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, 5-ാം പ്രതിയായ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, 6-ാം പ്രതിയായ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, 8-ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ എന്നിവർ ഗൂഢാലോചന നടത്തി സ്വർണം അപഹരിക്കാൻ കൂട്ടുനിന്നുവെന്നാണ് കേസ്. ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം പാളികളിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞതിനാൽ ബാക്കി സ്വർണം അപഹരിച്ച് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനായി 1, 9, 10 പ്രതികളെ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്ത് വ്യക്തത വരുത്തുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ SIT. തീർച്ചയായും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസവുമായി ഈ വാർത്ത ഫോളോ ചെയ്യുന്ന സിജോ വി ജോൺ കൃത്യമായി തന്നെ പറയാം. സിജോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിജോ ഈ വാർത്ത ഫോളോ ചെയ്യുകയാണ്. അടിമുടി ദുരൂഹതകളാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകളും കണ്ടെത്തലുകളുമൊക്കെ. ശരിക്കും ഇന്ന് പുറത്തു വന്ന ഈ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് സിജോ അതിന്റെ കൂടുതൽ വിശദാംശം? ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോകുന്നത് 2019-ലാണ്. ആ കാലഘട്ടത്തിലെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണം അപഹരിച്ചിട്ടുണ്ട്. 7 പാളികളാണ് ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണം അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ഇത് ഉരുക്കുന്നു. ഇത് സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്നത് 474 ഗ്രാം സ്വർണമാണ്. ഈ സ്വർണവും അതോടൊപ്പം തന്നെ ഈ പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്തിരിക്കുന്ന 106 ഗ്രാം സ്വർണവുമാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇതിൽ കൂടുതൽ സ്വർണം ഇവരിൽ നിന്ന് കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇനിയും തട്ടിപ്പുകൾ കൂടുതലുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത്. ഇനി ആരൊക്കെ അറസ്റ്റിലാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തൻ്റെ കൈവശം പിടിച്ചെടുത്തിരിക്കുന്നത് തത്തുല്യമായ സ്വർണമാണ് എന്നുള്ളതാണ് ഗോവർദ്ധൻ നൽകിയിരുന്ന മൊഴി. അതേ കാര്യം തന്നെ ഈ അന്വേഷണ സംഘവും ഏകദേശം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണമാണെന്ന് സംബന്ധിച്ച് ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിൻ്റെ പരിശോധനകൾ നടക്കുകയാണെന്നുള്ളതാണ് SIT ഈ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കൂടുതൽ അറസ്റ്റ് നടപടികൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ആ സാഹചര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുക. അടുത്തയാഴ്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രശാന്തിന് നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വിവരം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. അതാണ് തൻ്റെ ഭാഗത്തുണ്ടായ ഒരേ ഒരു വീഴ്ച എന്നുള്ളതാണ് പ്രശാന്ത് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രശാന്ത് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് സഹായകരമായ രീതിയിൽ എന്തെങ്കിലും നടപടികൾ പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനൊപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അടൂർ പ്രകാശിന് അതിനായി നോട്ടീസ് നൽകുകയും ചെയ്യും. ഏതായാലും വൈകാതെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകും. പോറ്റിയുമായി അടൂർ പ്രകാശിന് എന്താണ് ബന്ധം? ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു സോണിയാഗാന്ധിയെ അടൂർ പ്രകാശിന്റെ സാന്നിധ്യത്തിലാണ് സോണിയാഗാന്ധിയെ പോറ്റി കണ്ടത്. അത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് അടൂർ പ്രകാശിനും പോറ്റിയും തമ്മിലുള്ളത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കം ഇന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.